സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് ഗൾഫ് നാടുകളിൽ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ഒട്ടേറെ പ്രവാസി മലയാളികളുണ്ട്. അവർക്കൊരപകടം സംഭവിച്ചാലോ ദുരന്തം നേരിട്ടാലോ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കാനേ നാട്ടിലുള്ള ഉറ്റവർക്കും ബന്ധുക്കൾക്കും കഴിയും. ദുബായിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തൃശൂർ അരിമ്പൂർ സ്വദേശിയുടെ മൃതദേഹത്തിനായി കുടുംബം കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 2 ആഴ്ച പിന്നിടുന്നു. അരുൺകുമാറിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ മലയാളി സംഘടനകൾ രംഗത്തുണ്ടെങ്കിലും ചില നിയമക്കുരുക്കാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. എന്താണ് അരുൺകുമാർ എന്ന യുവാവിന് സംഭവിച്ചത്? മരണത്തിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? മൃതദേഹം നാട്ടിലെത്താൻ വൈകുന്നത് എന്തുകൊണ്ട്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. രോഗികളായ മാതാപിതാക്കളെ ചികിത്സിക്കണം, കുടുംബം പോറ്റണം. ഗൾഫിലേക്ക് പോകുമ്പോൾ തൃശൂർ അരിമ്പൂർ സ്വദേശി അരുൺകുമാറിൻ്റെ മനസ്സിൽ പല സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ദുബായിൽ ഇന്റീരിയർ ജോലികൾ ചെയ്യുന്ന യുവാവ് അവസാനമായി നാട്ടിൽ വന്ന് മടങ്ങിയത് 2 വർഷം മുൻപാണ്. ഈ ഓണത്തിന് അച്ഛൻ സമ്മാനങ്ങളുമായി വരുന്നതും കാത്തിരിക്കുകയായിരുന്നു 4 വയസ്സുള്ള മകൾ. എന്നാൽ ഇടുത്തി പോലെയാണ് കുടുംബം ആ നടുക്കുന്ന വാർത്ത കേട്ടത്. ഈ മാസം 3-ന് അരുണിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അസ്വാഭാവിക മരണമാണെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബത്തിൻ്റെ സംശയം. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമേ പോസ്റ്റ്മോർട്ടം ചെയ്യാനാകൂ എന്നാണ് ദുബായ് പോലീസ് ബന്ധുക്കൾക്ക് നൽകുന്ന വിവരം. വർഷത്തോളമായി അരുൺ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവസാനമായി നാട്ടിൽ വന്നു മടങ്ങിയത് 2 വർഷം മുമ്പ്. ദുബായിൽ ഇന്റീരിയർ ജോലികൾ ചെയ്തു വരികയായിരുന്നു അരുൺ. സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു താമസം. ജൂലൈ 3-ന് അരുണിനെ അൽ കരാമയിലെ ഒരു റെസ്റ്റോറന്റ് മുൻവശത്തെ പാർക്കിംഗ് ഏരിയയിൽ കാറിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം. മൃതദേഹത്തിന് ദിവസങ്ങളുടെ പഴക്കം ഉള്ളതായി പറയുന്നു. ദുബായ് റിഫ സ്റ്റേഷൻ പോലീസാണ് കേസെടുത്ത് ഫോറൻസിക് പരിശോധനയും നടത്തിയത്. മൃതദേഹം നാട്ടിലേക്ക് അയക്കാനായി അരുണിന്റെ സുഹൃത്തുക്കളും മലയാളി സംഘടനാ പ്രവർത്തകരും ശ്രമം തുടരുകയാണ്. എന്നാൽ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ലെന്ന കാരണം പറഞ്ഞ് ഇതുവരെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. അരുണിന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് സഹോദരൻ അനൂപ് പറഞ്ഞു. മൃതദേഹം ഏത് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പോലും അറിയാൻ സാധിച്ചിട്ടില്ല. മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ജൂലൈ 3-ാം തീയതി താമസ സ്ഥലത്തിനടുത്തുള്ള ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ കാരൻ മരിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരം ലഭിച്ചത്. ഈ 13 ദിവസമായിട്ടും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഇതുവരെ പുരോഗമിച്ചിട്ടില്ല. പ്രവാസി സംഘടനകളും മറ്റുള്ളവരും വളരെയധികം ശ്രമിക്കുന്നുണ്ട്. പോലീസ് നല്ല റിപ്പോർട്ട് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടവും തുടർന്ന് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്ന നടപടി ഇല്ലാത്തതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. രോഗിയായ അമ്മയും അച്ഛനും സഹോദരനും കുടുംബാംഗങ്ങളെല്ലാവരും നാട്ടുകാരും വളരെ വേദനയോടുകൂടിയിട്ടാണ് കഴിയുന്നത്. എത്രയും പെട്ടെന്ന് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ എടുക്കണമെന്ന് വിവിധമായ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. അരുണിന് ഭാര്യയും 4 വയസ്സായ മകളുമുണ്ട്. രോഗിയായ അച്ഛനും ക്യാൻസർ രോഗിയായ അമ്മയും മകന്റെ മുഖം അവസാനമായി കാണാൻ കാത്തിരിപ്പ് തുടരുകയാണ്. ന്യൂസ് 18 തൃശൂർ. പ്രണയച്ചതിയുടെ ഇരകളായ ഒട്ടേറെ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. പല രീതിയിലാണ് അവർ ചൂഷണം ചെയ്യപ്പെടുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ 17-കാരിയായ അസം സ്വദേശിനിയെ പീഡനത്തിന് ഇരയാക്കിയത് സുഹൃത്തും മലയാളി യുവാവും ചേർന്നാണ്. പെൺകുട്ടിയെ അസമിൽ നിന്ന് പ്രണയം നടിച്ച് വശീകരിച്ച് പെരിന്തൽമണ്ണയിൽ എത്തിച്ചായിരുന്നു പീഡനം. തുടർന്ന് മറ്റുള്ളവരിൽ നിന്നും പണം വാങ്ങി ഇവർ പീഡനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. 17-കാരി ഗർഭിണിയായതോടെയാണ്
സംഭവം പുറം ലോകം അറിയുന്നത്. കേസിൽ പാലക്കാട് സ്വദേശി മുഹമ്മദ് ഷഹനാസ്, അസം സ്വദേശി ജാഹിദുൽ ഇസ്ലാം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അസമിൽ നിന്ന് പ്രണയം നടിച്ച് വശീകരിച്ച് പെൺകുട്ടിയെ പെരിന്തൽമണ്ണയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ലൈംഗികമായി ചൂഷണം ചെയ്യുകയും മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങി പീഡനത്തിന് അവസരം കൊടുക്കുകയും ചെയ്തുവെന്നാണ് കേസ്. മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തിച്ച പെൺകുട്ടിയെ വാടക ക്വാർട്ടേഴ്സുകൾ താമസിപ്പിച്ചായിരുന്നു പീഡനമെന്ന് പോലീസ് പറഞ്ഞു. ഗർഭിണിയായ പെൺകുട്ടി പ്രസവത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തി. കഴിഞ്ഞ ദിവസം പ്രസവശേഷമുണ്ടായ സങ്കീർണതകളാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പെൺകുട്ടിയെ മാറ്റി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പ്രസവം ശ്രദ്ധയിൽപ്പെട്ട ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് പെരിന്തൽമണ്ണ SI ഷിജോസി തങ്കത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. അസം സ്വദേശി ജാഹിദുൽ ഇസ്ലാം, പാലക്കാട് തച്ചനാട്ടുകര കൂരിക്കാടൻ മുഹമ്മദ് ഷഹനാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിടിയിലായവരെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം ഊർജിതമാക്കുമെന്നും SI അറിയിച്ചു. പെരിന്തൽമണ്ണ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. കാസർഗോഡ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമത്തിൽ നടപടി ശക്തമാക്കുകയാണ് പോലീസ്. സ്വകാര്യ ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതിയെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കുണിയ സ്വദേശി മുഹമ്മദ് കുഞ്ഞിയാണ് പിടിയിലായത്. ബേക്കലിൽ 11 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായും സൂചനയുണ്ട്. പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് അക്രമിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. കുമ്പളയിൽ പോക്സോ കേസിലെ ഇരയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതിക്കെതിരെ പോലീസ് കാപ്പയും ചുമത്തിയിട്ടുണ്ട്. കാഞ്ഞങ്ങാടിനും പാലക്കുന്നിനും ഇടയിലുള്ള സ്വകാര്യ ബസ് യാത്രക്കിടെയാണ് മാലോം സ്വദേശിനിയായ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടന്നത്. ഇതിന്റെ ദൃശ്യം യുവതി മൊബൈലിൽ പകർത്തിയിരുന്നു. യുവതി നേരിട്ട ദുരനുഭവം ന്യൂസ് 18 ആദ്യം പുറത്തു കൊണ്ടുവന്നത്. തൊട്ടു പിന്നാലെ ബേക്കൽ പോലീസ് പ്രതിക്കായി അന്വേഷണവും ഊർജിതമാക്കി. ദൃശ്യത്തിൽ ഇയാളുടെ മുഖം വ്യക്തമായിരുന്നു. വിശദമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. കുണിയ സ്വദേശി മുഹമ്മദ് കുഞ്ഞിയാണ് അറസ്റ്റിലായത്. 6 വയസ്സുള്ള മകൾക്കൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ എതിർവശത്തെ സീറ്റിൽ ഇരുന്നായിരുന്നു ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 11 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ മാസം 18 രാവിലെ 7 മണിക്ക് മദ്രസയിലേക്ക് നടന്നു പോകുമ്പോൾ കത്തികാട്ടി തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ പൂട്ടിയിട്ട് വായിൽ ഷാൾ തിരുകി പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. വൈദ്യപരിശോധനയിലാണ് പീഡനത്തിന് ഇരയായെന്ന് കണ്ടെത്തിയത്. പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്ന് പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചതായാണ് സൂചന. തടിച്ച കറുത്ത നിറമുള്ള ഒരാളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണം. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോക്സോ കേസിലെ ഇരയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിക്കെതിരെ കാപ്പ ചുമത്തി. കേസിലെ പ്രതിയായ അനുജൻ കിരൺ രാജിനെതിരെയുള്ള മൊഴിമാറ്റി പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണി. സഹോദരൻ വരുൺ രാജിനെതിരെയാണ് കുമ്പള പോലീസ് കാപ്പ ചുമത്തിയത്. കേസിൽ വിചാരണ നടപടികൾക്കിടെയാണ് ഇയാളുടെ ഭീഷണി. കഴിഞ്ഞ ദിവസം കർണാടകയിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ഇയാൾ പിടിയിലായത്. 2018 പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. നിരവധി കേസുകളിലെ പ്രതിയായ കിരൺ രാജ് കാപ്പ കുറ്റം ചുമത്തി ജയിലിലാണ്. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ മുന്നിലൂടെ ഒരു ബസ് കടന്നു പോവുകയാണെന്ന് ചിന്തിക്കുക. പലതവണ ഹോണടിച്ചു. നമ്മുടെ വാഹനത്തിന് സൈഡ് കൊടുക്കാൻ ഒരുപക്ഷെ റോഡിന് വേണ്ടത്ര വീതി ഉണ്ടാകില്ല, അല്ലെങ്കിൽ ബസ് ഡ്രൈവർ അതിന് തയ്യാറാകില്ല.
എന്നാൽ അതിൻ്റെ പേരിൽ ബസ് തടയാനും ഡ്രൈവറെ മർദ്ദിക്കാനും ആർക്കാണ് അവകാശം? ഇങ്ങനെ ഗുണ്ടായിസം കാണിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറുന്നത്. തൃശൂർ കുന്നംകുളത്ത് ബസ് ഡ്രൈവറെ ആക്രമിച്ച കേസിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുന്നാന സ്വദേശികളായ ഫയാസ്, ഷാഫി എന്നിവരാണ് പിടിയിലായത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പഴുന്നാന റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിദമോൾ ബസ്സിലെ ഡ്രൈവർ ലിബീഷിനാണ് മർദ്ദനമേറ്റത്. ഇക്കഴിഞ്ഞ 8-ാം തീയതിയായിരുന്നു ലിബീഷ് ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിന് ബസ് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. വഴിയിൽ ബസ് തടഞ്ഞ് അകത്ത് കയറി യാത്രക്കാരുടെ മുമ്പിൽ വെച്ചാണ് ഡ്രൈവറെ മർദ്ദിച്ചത്. യാത്രക്കാരിൽ ആരോ പകർത്തിയ ആക്രമണ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തുവന്നിരുന്നു. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പാവറട്ടിയിൽ നിന്നാണ് കുന്നംകുളം പോലീസ് പിടികൂടിയത്. ന്യൂസ് 18 തൃശൂർ. ആലപ്പുഴയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന്റെ ചില്ല് തകർന്ന കേസിൽ എന്താണ് സംഭവിച്ചത്? ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയവർ ബസ്സിന് നേരെ കല്ലെറിഞ്ഞെന്നാണ് ആദ്യം ലഭിച്ച പരാതി. സംഭവത്തിന് പിന്നാലെ പോലീസ് നിരവധി CCTVകൾ പരിശോധിച്ചു, വിശദമായ അന്വേഷണം നടത്തി. എന്നാൽ ആ സമയം അതുവഴി ഒരു ബൈക്ക് പോലും കടന്നുപോയതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ റോഡിൽ നിന്നും തെറിച്ചു വീണ കല്ല് ബസിന്റെ ചില്ലിൽ കൊണ്ടതാണോ? ആ സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. പരുക്കുപറ്റിയ ഡ്രൈവറെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ആലപ്പുഴ പുറക്കാട് ദേശീയപാതയിൽ KSRTC ബസിന്റെ മുൻഭാഗത്തെ ചില്ല് കല്ല് വീണ് തകരുന്നത്. ചില്ല് തെറിച്ചു വീണ് ഡ്രൈവർ സലീമിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. SNM ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമായി ബസ് ഒതുക്കിയ ശേഷം ഡ്രൈവറെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ 2 യുവാക്കളിൽ പിന്നിലിരുന്ന ആൾ കല്ലെറിഞ്ഞതായാണ് ഡ്രൈവർ പറഞ്ഞതെന്ന് ഓടിക്കൂടിയ പ്രദേശവാസികൾ പോലീസിനെ അറിയിച്ചു. ഞാൻ പുറക്കാട് ജംഗ്ഷനിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കായിരുന്നു. ഈ ഒച്ച കേട്ട് വണ്ടി നിർത്തിയതാണ്. നേരത്തെപ്പോൾ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് കണ്ടമാനം രക്തം പോണു, ചില്ല് കിടക്കുന്നു, അതിൻ്റെ പുറയിലായിട്ട് 1-2 കല്ലും കിടക്കുന്നു റോഡറമ്പിൽ. ആരെ എറിഞ്ഞോന്ന് നമുക്കറിയത്തില്ല. ഡ്രൈവറും സമാനമായ രീതിയിലുള്ള മൊഴിയാണ് നൽകിയത്. 3 പാറക്കല്ലുകൾ തെറിച്ചു വീണതായും മൊഴിയിലുണ്ട്. പിന്നീടാണ് സംഭവത്തിലെ ട്വിസ്റ്റ്. തുടരന്വേഷണം നടത്തിയ അമ്പലപ്പുഴ പോലീസ് പ്രദേശത്തുള്ള CCTVകൾ മുഴുവൻ പരിശോധിച്ചു. പക്ഷേ മൊഴിപ്രകാരമുള്ള ഇരുചക്ര വാഹനം ബസിന് മുന്നേ സഞ്ചരിച്ചതായി ദൃശ്യങ്ങളിൽ കണ്ടെത്താനായില്ല. ദേശീയപാത നിർമ്മാണം നടക്കുന്നയിടത്ത് മുന്നിൽ സഞ്ചരിച്ച വാഹനങ്ങളിൽ തട്ടിയോ മറ്റോ കല്ല് തെറിച്ചു വീണതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ. രണ്ടാമതും ബസ് ജീവനക്കാരോട് വിശദാംശങ്ങൾ തേടിയപ്പോൾ അവരും പോലീസിന്റെ സാധ്യത തള്ളിക്കളയുന്നില്ല. 60ഓളം യാത്രക്കാരുമായി എറണാകുളത്ത് നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് വരികയായിരുന്നു ബസ്. എന്തായാലും പെട്ടെന്നുണ്ടായ സംഭവത്തിൽ നിയന്ത്രണം വിടാതെ ഡ്രൈവർ ബസ് നിയന്ത്രിച്ച് നിർത്തിയതിനാലാണ് വലിയ അപകടം ഒഴിവായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുന്നതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വേട്ടയാടപ്പെടുന്ന കോഴിക്കോട് സ്വദേശിനിയായ യുവതി. അവൾ നേരിടുന്ന ഒറ്റപ്പെടലും സൈബർ ആക്രമണവും ഒരു പെണ്ണിനെ സംബന്ധിച്ചും സഹിക്കാവുന്നതിലും അപ്പുറമാണ്. 2017 വ്യാജ ഡോക്ടറെ ചമഞ്ഞ് പരിചയപ്പെട്ട ഒരു യൂട്യൂബർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി. ആ കേസിൽ കോടതി അയാളെ കുറ്റവിമുക്തനാക്കിയിരുന്നു. കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ കോൺഗ്രസ് നേതാവ് T. സിദ്ദിഖ് MLA എന്നാണ് യുവതിയുടെ ആരോപണം. കേസിൽ അപ്പീൽ പോകാനാണ് യുവതിയുടെ തീരുമാനം. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടർ, അവൻ്റെ അന്ന് പേര് ഞങ്ങളെടുത്ത് പറഞ്ഞത് റോഷൻ എന്നാണ്.
ഈ ഡോക്ടറെ ഞാൻ പരിചയപ്പെടുന്നത്. ട്രീറ്റ്മെന്റിന് കുട്ടീനെ കൂട്ടാണ്ട് വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവന്റെ വീട്ടിലോട്ട് പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല കോടതിയിലേക്ക് എത്തിയപ്പോഴൊക്കെ മാറി മറിഞ്ഞ്. കലാകാരിയായ തന്നെ 2017 വ്യാജ ഡോക്ടർ ചമഞ്ഞ് പരിചയപ്പെട്ട യൂട്യൂബ് ചാനൽ അവതാരകൻ പീഡിപ്പിച്ചു എന്നാണ് യുവതി പറയുന്നത്. കുട്ടിക്ക് രോഗത്തിന് ചികിത്സ തേടിയാണ് അരക്കിണർ സ്വദേശിയായ വ്യക്തിയുടെ അടുക്കലെത്തിയത്. ഈ സമയത്ത് തന്നെ ഇയാൾ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ ആരോപണം. അവന്റെ കയ്യിൽ വീഡിയോ ദൃശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറത്തു വിട്ടതിൽ നിങ്ങളൂടി ഉൾപ്പെടുന്നുണ്ട്, അതെനിക്ക് നല്ലതിന്, സമൂഹം അത് അറിയണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി, എന്റെ മുഖം അതിൽ കാണൂല, നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവര് കാണുക എന്ന് പറയുന്നത്. ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? യൂട്യൂബ് ചാനൽ അവതാരകനായ ഇയാൾക്കെതിരെ മാറാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ടി സിദ്ദിഖ് MLA ഇടപെട്ട് ആ കേസ് അട്ടിമറിച്ചെന്നും യുവതി ആരോപിക്കുന്നു. ഇപ്പോഴത്തെ MLA ടി സിദ്ദിഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത്. ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിലെത്തിയില്ല, കേസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല, അവനെ അറസ്റ്റ് ചെയ്തില്ല, ഒരു സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് അവർ ആ കേസ് അങ്ങനെ അങ്ങ് തീർത്തു. വ്യാജ ഡോക്ടർ ചമഞ്ഞ് തന്നെ പീഡിപ്പിച്ച യുവാവ് ഈ കേസിന്റെ പേരിൽ ഇപ്പോഴും വേട്ടയാടുകയാണ്. വേട്ടയാടൽ സഹിക്കവയ്യാതായതോടെ അടുത്തിടെ താൻ സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ഈ വിഷയത്തിൽ കോടതിയിൽ അപ്പീൽ നൽകുമെന്നും യുവതി വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്. മലയാളികൾ ഉൾപ്പെട്ട അവയവക്കടത്തിന്റെ മറവിൽ ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടന്നു. അവയവക്കടത്തിനായി എത്ര പേരെ വിദേശത്തേക്ക് എത്തിച്ചു? ഇക്കാര്യങ്ങൾ കണ്ടെത്തുന്നതിനാണ് NIA അന്വേഷണം. കേസന്വേഷണം ആരംഭിച്ച NIA റിമാൻഡിലുള്ള 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാൻ നീക്കം തുടങ്ങി. NIA കേസന്വേഷണം ആരംഭിച്ചതോടെ ഇറാൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ. മെയ് 19 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അവയവക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരൻ തൃശൂർ സ്വദേശി സാബിത് നാസർ അറസ്റ്റിലാകുന്നത്. ഇയാൾക്കൊപ്പം അവയവ മാഫിയയിൽ മുഖ്യ പങ്കാളികളായ കൊച്ചി സ്വദേശി സജിത്ത്, ഹൈദരാബാദ് സ്വദേശി ബെല്ലംകൊണ്ട രാമപ്രസാദ് എന്നിവരെ അന്വേഷണ സംഘം പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കാരണം നീണ്ടുപോകുകയാണ്. അതിനിടെയാണ് കേസ് NIA ഏറ്റെടുക്കുന്നത്. അവയവക്കടത്തിന്റെ മറവിൽ ഇറാനിലേക്ക് ഇന്ത്യയിൽ നിന്നും മനുഷ്യക്കടത്ത് നടന്നെന്നാണ് NIA പ്രാഥമിക കണ്ടെത്തൽ. റിമാൻഡിലുള്ള സാബിത്ത്, സജിത് ശ്യാം, ബെല്ലംകൊണ്ട രാമപ്രസാദ് എന്നിവരെ NIA കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അവയവക്കടത്തിനായി എത്ര പേരെ വിദേശത്തേക്ക് എത്തിച്ചു എന്നതിലാണ് NIA അന്വേഷണം. കേസിലെ 1-ാം പ്രതി മധുവിനെ ഉടൻ നാട്ടിലെത്തിക്കും. ഇതിനായി CBI ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കും. അവയവക്കടത്തിലൂടെ ലഭിച്ച തുക എന്തിനു വേണ്ടി ചെലവാക്കിയെന്നും NIA അന്വേഷിക്കുന്നുണ്ട്. ഇരയായ പാലക്കാട് സ്വദേശി ഷമീറിനെ പോലീസ് നേരത്തെ മാപ്പ് സാക്ഷിയാക്കിയിരുന്നു. ഇയാളിൽ നിന്നും NIA വിവരങ്ങൾ തേടുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. മലയാളികൾ കേരളത്തിൽ നിന്ന് ജോലി തേടി മറുനാട്ടിലേക്ക് കൂട്ടത്തോടെ പോയതോടെ ഒട്ടേറെ വീടുകൾ ആൾതാമസമില്ലാതെ കിടക്കുകയാണ്. ആ വീടുകൾ നോക്കാൻ പോലും ആളില്ലാത്ത സ്ഥിതി. അതോടെ കള്ളന്മാരുടെ വിഹാര കേന്ദ്രമായി മാറുകയാണ് അടഞ്ഞുകിടക്കുന്ന ഈ വീടുകൾ. സ്വർണവും പണവും മാത്രമല്ല, കയ്യിൽ കിട്ടുന്നത് എന്തും കവർച്ചാ സംഘങ്ങൾ കൊണ്ടുപോകും. ഇടുക്കി നെടുങ്കണ്ടത്ത് ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് വീട്ടുപകരണങ്ങളാണ് മോഷ്ടിച്ചത്. നെടുങ്കണ്ട സ്വദേശി സാബുവിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമായിരുന്നു കവർച്ച. സാബുവും കുടുംബവും നിലവിൽ ബംഗളൂരുവിലാണ് താമസിക്കുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരൻ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ അടുക്കള വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. അടുക്കളയിൽ ഉണ്ടായിരുന്ന ചെമ്പുപാത്രങ്ങൾ, ഉരുളി തുടങ്ങിയവയാണ് നഷ്ടപ്പെട്ടത്. മോഷ്ടാക്കൾ അലമാരയും മറ്റും തുറന്ന് പരിശോധിച്ചെങ്കിലും വിലപിടിപ്പുള്ള ഒന്നും ഇവിടെ സൂക്ഷിച്ചിട്ടില്ലായിരുന്നു.
വീടിന് സമീപത്ത് വെച്ചിരുന്ന തൂമ്പ ഉപയോഗിച്ചാണ് വാതിൽ തകർത്തത്. സാബുവിന്റെ ജ്യേഷ്ഠന്റെ പരാതിയെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ഇടുക്കി. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദി ആരാണ്? സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചവർ മാത്രമല്ല, സർവകലാശാല അധികൃതരും മറുപടി പറയേണ്ടി വരും. SFIയെയും VC അടക്കമുള്ള വെറ്ററിനറി സർവകലാശാല ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്തുന്നതാണ് ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷന്റെ റിപ്പോർട്ട്. സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിന്റെ പ്രധാന കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല, പക്ഷേ SFIയുടെ ഇടപെടൽ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. വാർഡന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഡീൻ പരാജയപ്പെട്ടു. ഹോസ്റ്റലിൽ അച്ചടക്കം ഉറപ്പാക്കാൻ ഡീനിന് കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് സർവകലാശാല അധികൃതരെയും ഡീനിനെയും മറ്റ് അധ്യാപകരെയും ആരോപണ വിധേയരാക്കിക്കൊണ്ട് തന്നെയാണ് കമ്മീഷന്റെ റിപ്പോർട്ട് രാജ്ഭവനിൽ ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം, ക്യാമ്പസിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. സ്വാഭാവികമായി ഈ സംഘടനകൾ വ്യത്യസ്തമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് ക്യാമ്പസിനുള്ളിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടവച്ചിരുന്നു. മാത്രവുമല്ല, ക്യാമ്പസിൽ രാഷ്ട്രീയമായ ഇടപെടൽ അല്ലെങ്കിൽ SFIയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നു കേട്ട ആരോപണങ്ങൾ മാത്രമല്ല ഇത്തരമൊരു മർദ്ദന സംഭവത്തിലേക്ക്, ക്രൂരമായ മർദ്ദന സംഭവത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ക്യാമ്പസിൽ തുടർച്ചയായി അച്ചടക്ക ലംഘനങ്ങൾ നടന്നിരുന്നു. ഹോസ്റ്റലിലെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ഹോസ്റ്റൽ അധികൃതർക്ക് വാർഡിന്റെ ചുമതലയുണ്ടായിരുന്ന ഡീനിന് ഒന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല. ഹോസ്റ്റലിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ, മേൽനോട്ടം നടത്താനോ പരിശോധനകൾ നടത്താനോ അധികൃതർ തയ്യാറായിരുന്നില്ല. മാത്രവുമല്ല, ഹോസ്റ്റലിന്റെ അടക്കം ചുമതലകൾ ഉണ്ടായിരുന്ന അധ്യാപകർ പലപ്പോഴും അവരുടെ വ്യക്തിപരമായ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് പൂക്കോട് നിന്ന് മാറി മണ്ണുത്തിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുത്തഴിഞ്ഞ ഒരു സാഹചര്യത്തിലായിരുന്നു ഇവിടെ ഹോസ്റ്റൽ പ്രവർത്തിച്ചിരുന്നത്. അവിടെ അശ്ലീല സംഭാഷണങ്ങൾ അടക്കം ചുവരുകളിൽ എഴുതുന്ന സംഭവങ്ങൾ പലപ്പോഴായി ആവർത്തിക്കപ്പെട്ടിട്ടും അതിൽ കൃത്യമായ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് അധികൃതർക്ക് കഴിയാതെ പോയി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയുന്നത്, സിദ്ധാർത്ഥ് ക്രൂരമായി മർദ്ദനത്തിന് ഇരയായി ഈ തൂങ്ങി മരിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടും അതിന്റെ ഗൗരവം കൃത്യമായി പുറത്തേക്ക് എത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാഹ്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ പരോക്ഷമായി SFIയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് കൃത്യമായി എടുത്തു പറയുന്ന കാര്യം. അതോടൊപ്പം തന്നെ വാർഡന്റെ ചുമതലയുണ്ടായിരുന്ന ഡീൻ അടക്കമുള്ളവർ അന്നേ ദിവസം ക്യാമ്പസിൽ ഉണ്ടായിരുന്നിട്ടും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാതെ പോയതാണ് വ്യാപകമായ വിമർശനങ്ങൾക്ക് വഴിവെച്ചതെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഗവർണർ തന്നെ നേരത്തെ സമാന വിഷയത്തിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വൈസ് ചാൻസലറായിരുന്ന MR ശശീന്ദ്രനാഥിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഗവർണർ തന്നെ നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷന്റെ റിപ്പോർട്ടും സമാനമായ വിഷയത്തിൽ കോളേജ് അധികൃതരെയും SFIയെയും ഒക്കെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികളിലേക്ക് രാജ്ഭവൻ നീങ്ങുമോ എന്നതാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഹൈറിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ തട്ടിയെടുത്ത കോടിക്കണക്കിന് രൂപ എവിടെയാണ് നിക്ഷേപിച്ചത്? തട്ടിപ്പ് പണം കള്ളപ്പണ ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തിയെന്ന് EDയുടെ കണ്ടെത്തലുണ്ട്. എന്നാൽ ഇതെവിടെയാണ് നിക്ഷേപിച്ചതെന്ന് അറിയണം. അതിനായി ഹൈറിച്ച് കമ്പനി ഡയറക്ടർ KD പ്രതാപനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ പ്രത്യേക കോടതിയാണ് പ്രതാപനെ ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സൈബർ ഫോറൻസിക് റിപ്പോർട്ട് കൂടി പരിശോധിച്ചാണ് ചോദ്യം ചെയ്യൽ.
മണിച്ചെയിൻ മാതൃകയിലുള്ള നിക്ഷേപ തട്ടിപ്പിലൂടെ 1693 കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷം ഈ മാസം 4-നാണ് പ്രതാപന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിലവിൽ ഹൈറിച്ച് MD KD പ്രതാപൻ മാത്രമാണ് കേസിലെ പ്രതി. നിരവധി തവണ ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു അറസ്റ്റ്. മൾട്ടി ചെയിൻ മാർക്കറ്റിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ് എന്നിവ വഴി കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് കണ്ടെത്തൽ. ഹൈറിച്ച് മണി ചെയിൻ ഇടപാടിലൂടെ കൈവന്ന പണം കള്ളപ്പണ ഇടപാടുകൾക്കടക്കം ഉപയോഗിച്ചെന്നും EDയുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ഹൈറിച്ചിന്റെ 245 കോടി രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്തിടെ മരവിപ്പിച്ചിരുന്നു. നിക്ഷേപകരിൽ നിന്ന് പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ കള്ളപ്പണ ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തിയെന്നും ഇത് കണ്ടെത്താൻ കസ്റ്റഡിയിൽ വേണമെന്നുമായിരുന്നു EDയുടെ ആവശ്യം. തട്ടിപ്പിലൂടെ സമ്പാദിച്ച മുഴുവൻ നിക്ഷേപങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പ്രതാപൻ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. മുംബൈയിലെ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്കയച്ച ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ പലതും ED ശേഖരിച്ചിട്ടുണ്ട്. പ്രതാപന്റെ മൊബൈൽ ഫോണുകളടക്കം ED പിടിച്ചെടുത്തിരുന്നു. ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസിൽ രാജ്യവ്യാപകമായി 15 കേന്ദ്രങ്ങളിൽ ED റെയ്ഡുകൾ നടന്നിരുന്നു. ബിറ്റ്കോയിൻ ഇടപാടിന്റെ കൂടുതൽ വിവരങ്ങളും സൈബർ ഫോറൻസിക് പരിശോധനയിലാണ് ലഭിച്ചത്. മണിച്ചെയിൻ മാതൃകയിലായിരുന്നു 2 ഹൈറിച്ച് തട്ടിപ്പുകൾ. ഹൈറിച്ച് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ശൃംഖലയിൽ പങ്കാളികളായ നിക്ഷേപകരെയും പ്രതാപന്റെ ഭാര്യ ശ്രീനയെയും ED നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണം പൂർത്തിയാകുമ്പോൾ കേസിൽ കൂടുതൽ പേർ പ്രതിപ്പട്ടികയിലേക്ക് എത്താനാണ് സാധ്യത. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയെന്ന കേസിൽ പ്രതി ശ്രീരാം വെങ്കിട്ടരാമൻ വ്യാഴാഴ്ച നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. തിരുവനന്തപുരം നന്ദിയോട് പഴക്കക്കടയ്ക്ക് തീപിടിച്ചു. അളവിൽ കൂടുതൽ സാധനങ്ങൾ ഷെഡിൽ സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തി. പാലക്കാട് കൊളപ്പുള്ളിയിൽ പോലീസ് ജീപ്പ് പിടിച്ച് യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയും അട്ടിമറിച്ചതായി ആരോപണം. പരാതി അന്വേഷിക്കാൻ ആരോപണ വിധേയനായ ഷൊർണൂർ SHOയെ തന്നെ ചുമതലപ്പെടുത്തി. കണ്ണൂരിൽ CPM നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ 1 കോടി രൂപയുടെ തട്ടിപ്പ്. തട്ടിപ്പ് നടന്ന ഇരിവേരി സർവീസ് സഹകരണ ബാങ്കിലെ മാനേജറെയും സെക്രട്ടറിയെയും സസ്പെൻഡ് ചെയ്തു. 1990കളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയും മൊബൈലോ ഇന്റർനെറ്റോ ഒന്നുമില്ലാതിരുന്ന കാലം. അന്ന് നമ്മളിൽ പലരും VCRും കാസറ്റും ഉപയോഗിച്ചാണ് വീട്ടിലിരുന്ന് സിനിമ കണ്ടിരുന്നത്. കാസറ്റ് വാടകയ്ക്ക് കിട്ടുന്ന കടകളും നാട്ടിലെമ്പാടും ഉണ്ടായിരുന്നു. 1995-ൽ കൊല്ലം അഞ്ചലിൽ VCRും കാസറ്റും വാടകയ്ക്കെടുത്ത ശേഷം ഒളിവിൽ പോയ ഒരു യുവാവിനെക്കുറിച്ച് പോലീസിൽ പരാതി ലഭിച്ചു. സംഭവത്തിന് പിന്നാലെ ഇടമൺ സ്വദേശി അയ്യപ്പൻ വടക്കൻ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാളെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചു. ആ VCRനെ കുറിച്ച് കടയുടമ തന്നെ മറന്നു കാണണം. എന്നാൽ 29 വർഷത്തിന് ശേഷം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ചെറിയ കുറ്റമാണെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്ന ഓർമ്മപ്പെടുത്തലാണ് അഞ്ചലിലെ ഈ VCR മോഷണ കഥ. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.